ഹായ് ടീച്ചേഴ്സ്, സീറ്ററ്റ് എക്സാമിന് വേണ്ടിയുള്ള എൻ സി ആർ ടി ഇ വി എസിലെ ക്ലാസ് 5 ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. ചാപ്റ്റർ 1 മുതലുള്ള സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 2 ആണ് കവർ ചെയ്യുന്നത്. ഓക്കെ, എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇ വി എസിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ആൻസിനെ കുറിച്ചാണ്, സെൻസസിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് ആനിമൽസിലും എങ്ങനെയൊക്കെയാണ് സെൻസസ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ഐസൈറ്റ് എങ്ങനെയാണ്, അവരുടെ ഹിയറിംഗ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. ഫസ്റ്റ് തന്നെ ആൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആൻസ് ലീവ് എ സ്മെൽ ഓൺ ഗ്രൗണ്ട്, ദ അതർ ആൻസ് ഫോളോ ദ സ്മെൽ ടു ഫൈൻഡ് ദ വേ. അപ്പൊ നമുക്കറിയാം, നിലത്ത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഗ്രൗണ്ടിൽ എന്തെങ്കിലും പഞ്ചസാര എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഉറുമ്പ് വരും, പിന്നെ ആ ഉറുമ്പിനെ തന്നെ ഫോളോ ചെയ്തിട്ട് അടുത്ത ഉറുമ്പ് ആ സ്മെല്ല് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് വരാണ് ചെയ്യാറ്. അപ്പൊ എങ്ങനെയാണ് പിന്നിൽ വരുന്ന ഉറുമ്പുകൾക്ക് എങ്ങനെയാ മുന്നിൽ ഒരു ഉറുമ്പ് പോയിട്ടുണ്ടെന്ന് അറിയാം? അവിടെ ഒരു മെസ്സേജ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെ. ഇവിടെ പറയുന്നത് ആൻസ്, ആദ്യം പോകുന്ന ആൻഡ് നിലത്തൊരു സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഒരു മണം അല്ലെ. ആ മണം ക്യാച്ച് ചെയ്തിട്ടാണ് പിന്നാലെ വരുന്ന ആൻസ് ആ വഴി ട്രാക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് സിൽക്ക് വോംസിന്റെ കാര്യമാണ്. സിൽക്ക് വോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടുനൂൽ പുഴുക്കൾ. ഒരു മെയിലിന് ഫീമെയിൽ പട്ടുനൂൽ പുഴുവിനെ കിലോമീറ്റേഴ്സ് അപ്പുറത്ത് നിന്ന് തന്നെ സ്മെല്ല് വെച്ചിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സിൽക്ക് വോംസ് ക്യാൻ ഫൈൻഡ് ദെയർ ഫീമെയിൽ ഫ്രം മെനി കിലോമീറ്റേഴ്സ് അവേ ബൈ ഹെർ സ്മെൽ. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ വില്ലൻ, രാത്രി വരുന്ന നമ്മുടെ വില്ലനാണ് മോസ്കിറ്റോ അല്ലെങ്കിൽ കൊതുകുകൾ. കൊതുകുകൾ നമ്മൾ ഏത് റൂമിൽ അടച്ചിരുന്നാലും അങ്ങോട്ട് എത്തും അല്ലെ. അപ്പോൾ നമ്മുടെ ബോഡിയുടെ, ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ അനിമൽ ബോഡിയുടെ സ്മെല്ല് വെച്ചിട്ടാണ് ഇങ്ങനെ ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്. മോസ്കിറ്റോസ് ക്യാൻ ഫൈൻഡ് യു ബൈ ദി സ്മെൽ ഓഫ് യുവർ ബോഡി. ഇനി അടുത്തത് ഡോഗ്സ് ആണ്. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഡോഗ്സ് മരത്തിന്റെ ചുവട്ടിലും അതുപോലെ പോണ വഴിക്കൊക്കെ അവിടെ ഇവിടെയും കല്ലിന്റെ ഇടയിലൊക്കെ മൂത്രമൊഴിച്ച് വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ടാവും. അതെന്താണ് സംഭവം? ഡോഗ്സ് മാർക്ക് ഔട്ട് ദെയർ ഓൺ ഏരിയ. അവരുടെ ആ ഒരു ടെറിട്ടറി അവര് മാർക്ക് ചെയ്യാണ്. അവർ നടന്നു പോയ ഭാഗങ്ങളും അവരുടെ ആ ഒരു ഏരിയ, അവരുടെ ടെറിട്ടറി അവർ മാർക്ക് ചെയ്ത് വെക്കും. എങ്ങനെയൊക്കെയാണ്? ഒന്നെങ്കിൽ അവര് പോട്ടി ചെയ്ത് വെക്കും, അല്ലെങ്കിൽ അവർ യൂറിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്? അവരുടെ ഏരിയ മാർക്ക് ചെയ്യുന്നത്. They can make out if another dog has come into their area by the smell of its urine or potty. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ആൻസിന്റെ കാര്യം, പിന്നെ സിൽക്കുവും, പിന്നെ മോസ്കിറ്റോ, പിന്നെ പറഞ്ഞത് ഡോഗ്സിന്റെ കാര്യമാണ്. നെക്സ്റ്റ് ബേർഡ്സിന്റെ ഒരു ഏരിയ വരുന്നുണ്ട്. എൻ സി ആർ ടിയിൽ കുറച്ച് ബേർഡ്സിനെ കുറിച്ച് ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഇങ്ങനെ ബേർഡ്സിനെ കുറിച്ചുള്ള ഫാക്ട്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ബേർഡ്സ് ഹാവ് ദെയർ ഐസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഹെഡ്. രണ്ട് സൈഡിലായിട്ടാണ് അവരുടെ എന്തുള്ളത്? കണ്ണുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ക്രോൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഒരു സൈഡിൽ നിന്ന് ക്രോനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ണ് വിസിബിൾ ആയിട്ട് ഉള്ളൂ. അപ്പോ മറ്റേ കണ്ണ് മറ്റേ സൈഡിലാണ് ഉള്ളത്. അതാണ് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ബേർഡ്സ് ഹാവ് ദെയർ ഐസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഹെഡ്. തലയുടെ രണ്ട് സൈഡിലായിട്ടാണ് കണ്ണ് ഉള്ളത്. ദിയർ ഐസ് ഫോക്കസ് ഓൺ ടു ഡിഫറെന്റ് തിങ്സ് അറ്റ് എ ടൈം. ഇവരൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഒരു ക്രോ ആണെന്നുണ്ടെങ്കിൽ, ക്രോ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഒബ്ജക്റ്റ് രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരേ ടൈമിൽ രണ്ട് ഒബ്ജക്റ്റിനെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതല്ലാതെ അവർ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലുള്ള ഒരു ഒബ്ജക്റ്റിനെ അറ്റ് എ ടൈം, ഒരേ സമയത്ത് ഒറ്റ ഒബ്ജക്റ്റിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നെങ്കിൽ രണ്ട് ഒബ്ജക്റ്റിന്, രണ്ട് സൈഡിലുള്ള രണ്ട് ഒബ്ജക്റ്റിനെ അവർക്ക് ഫോക്കസ് ചെയ്യാം, അതല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ഒരേ ഒബ്ജക്റ്റിന് രണ്ട് കണ്ണുകൊണ്ട് അവർക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. സോ ബേർഡ്സ് ഹാവ് ടു ടേൺ ദെയർ ഹെഡ്സ് ടു സീ അറൌണ്ട്. അവരിങ്ങനെ തല ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കുന്നത് നമ്മളിങ്ങനെ കാണാറുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്? അവരുടെ കണ്ണ് രണ്ട് സൈഡിലാവുന്നതുകൊണ്ടാണ് അവരിങ്ങനെ തല ഇടയ്ക്കിടയ്ക്ക് വെട്ടിച്ച് നോക്കുന്നത്. പിന്നെ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മുടെ മൂങ്ങ അല്ലെ, മൂങ്ങകൾക്ക് എങ്ങനെയാണ്? അങ്ങനെ രണ്ട് സൈഡിലാണ് അവരുടെ കണ്ണ് എന്ന് പറയാൻ പറ്റില്ല. തല കുറച്ച് പരന്നതായത് കാരണം ഫ്രണ്ടിലേക്കാണ് അവരുടെ ഐസ് ഉള്ളത്. അപ്പൊ അതൊരു എക്സെപ്ഷണൽ കേസ് ആണ് എന്നുള്ളതും കൂടി ഓർക്കാം. നെക്സ്റ്റ് ബേർഡ്സിന്റെ തന്നെ ഐയുടെ വിഷൻ ആണ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇയേഴ്സ് എങ്ങനെയാണ്. സാധാരണ ഒരു മൃഗത്തിനെ വരയ്ക്കുമ്പോൾ നമ്മൾ രണ്ട് ചെവി മുകളിൽ ഇങ്ങനെ വരയ്ക്കും. പക്ഷെ ബേർഡ്സിനെ നമ്മൾ വരയ്ക്കുമ്പോൾ ചെവി വരയ്ക്കാറുണ്ടോ? ഇല്ല, കൊക്കാണ് വരയ്ക്കാറല്ലേ. കണ്ണ് വരയ്ക്കും, കൊക്ക് വരയ്ക്കും, ബട്ട് ചെവി വരയ്ക്കില്ല.
ബേർഡ്സിന് ചെവി ഉണ്ട്, പക്ഷെ ചെവി എന്താണ്, ഇറ്റ്സ് എ സ്മോൾ ഹോൾ ആണ് കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് ഫെതേഴ്സ്. അത് തൂവൽ വെച്ചിട്ട് മറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബേർഡ്സിന്റെ ഇയേഴ്സ് നമുക്ക് വിസിബിൾ അല്ല, കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി പറയുന്നത് മറ്റു അനിമൽസിനെ കുറിച്ചുള്ള വിഷനെ കുറിച്ചാണ് പറയുന്നത്. It is believed that animals that are awake in the daytime can see some colors. പകൽ ഉണർന്നിരിക്കുന്ന മൃഗങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചില കളേഴ്സ് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ രാത്രി ഉണർന്നിരിക്കുന്ന ആൾക്കാർക്ക് ഓൺലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ കാണുള്ളൂ എന്നാണ് പറയുന്നത്. രാവിലെ ഉണർന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സം കളേഴ്സ്, ചില കളേഴ്സ് അവർക്ക് കാണാൻ വേണ്ടി പറ്റും. രാത്രി നീച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലോ അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്നേക്കിനെ കുറിച്ചാണ് പറയുന്നത്. സ്നേക്സ് ഫീൽ വൈബ്രേഷൻസ് ഓൺ ദി ഗ്രൗണ്ട്. സ്നേക്സിനെ കുറിച്ചിട്ട് ഫാക്ട്സ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ സ്നേക്സ് വൈബ്രേഷൻസ് ആണ് തിരിച്ചറിയുന്നത്, അല്ലാതെ അവര് ഹിയറിംഗ് കപ്പാസിറ്റി ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വാർണിംഗ് കോൾസിനെ കുറിച്ചാണ്. ലെങ്കോർ എന്ന് പറയുന്ന ഒരു അനിമൽ, അതിന് എന്താണ് വാൺ ചെയ്യാൻ കഴിയും. ഡേഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ വാർണിംഗ് കോൾസ് എന്ന് പറയാം. നമുക്കറിയാം നമ്മുടെ ചുറ്റുള്ള പല അനിമൽസും വാർണിംഗ് കോൾസ് കൊടുക്കാറുണ്ട് അല്ലെ. അതിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ലെങ്കോ വാൺസ് others ഓഫ് ഡേഞ്ചർ ബൈ മേക്കിംഗ് സ്പെഷ്യൽ വാർണിംഗ് കോൾസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ബേർഡ്സിന്റെ കാര്യം പറയുന്നത് ഇതേപോലെ ഡേഞ്ചർ വരുന്ന സമയത്ത് ഒരു കോഴീനൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കോഴികള് മുട്ടയിടുന്ന സമയത്ത് വേറൊരു ടൈപ്പ് സൗണ്ടാണ് ഉണ്ടാക്കുക, കുട്ടികളെ വിളിക്കുന്ന സമയത്ത് ഒരു സൗണ്ടാണ് ഉണ്ടാക്കുക, അതുപോലെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൗണ്ടാണ് ഉണ്ടാക്കുക. ഡേഞ്ചർ വരുന്ന സമയത്ത് വേറൊരു എന്തെങ്കിലും പരുന്തൊക്കെ വരുന്ന കാണുമ്പോൾ അവർ വേറൊരു ടൈപ്പ് സൗണ്ടും ഉണ്ടാക്കാറുണ്ട്. സോ അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൗണ്ടുകൾ ബേർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫിഷസിന്റെ കാര്യത്തിൽ നോക്കൂ, അവര് ഈ പറയുന്ന അലാം കോൾസ് അല്ലെങ്കിൽ വാർണിംഗ് കോൾസ് കൊടുക്കുന്നത് ഇലക്ട്രിക് സിഗ്നൽസ് വഴിയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഡേഞ്ചർ വരുന്നുണ്ട് എന്നുള്ളത് അവർ വാൺ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് നേരെ NCERT എന്നുള്ളൊരു കട്ടൗട്ട് വെച്ചേക്കാണ്. In December 2004, few tribes that live in the forest of the Andaman Islands noticed the animals behaving in a different manner. They guessed some danger, so they moved away to a safer part of the island. Soon after, the island were hit by the tsunami, but these people were saved. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡമാൻ ഐലൻഡിൽ താമസിച്ചിരുന്ന കുറച്ച് ആൾക്കാർ, അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള പീപ്പിൾ ഒരു ദിവസം അവിടുത്തെ അനിമൽസ് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നത് ശ്രദ്ധിച്ചു. ഇവരെന്ത് ചെയ്തു, ഐലൻഡിന്റെ കുറച്ച് ഉള്ളോട്ടുള്ള ഭാഗത്തേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. അധികം വൈകാതെ സുനാമി വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ സുനാമി അങ്ങനത്തെ ഉള്ള നാച്ചുറൽ കലാമിറ്റീസ് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് അനിമൽസിനുണ്ട്. അതുപോലെ ഡോൾഫിൻസും ഇതേപോലെ വാർണിംഗ് കോൾസ് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ഉള്ളത് സ്ലോത്തിനെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് ആണ്. NCERT നേരിട്ട് എടുത്തിട്ടുള്ളത് തന്നെയാണ്. സ്ലോത്ത് ഒരു മാമൽ ആണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സ്ലോത്ത് എന്ത് ടൈപ്പ് ജീവിയാണെന്നായിരുന്നു. കറക്റ്റ് ആൻസർ വന്നത് മാമൽസ് ആണ്. സ്ലോത്ത് എന്ന് പറയുന്ന ഒരു ദിവസം 17 മണിക്കൂർ കടന്നുറങ്ങുന്ന ഒരു അനിമൽ ആണ്. അല്ലെങ്കിൽ വവ്വാലുകളൊക്കെ കടന്നുറങ്ങുന്ന പോലെയാണ്, തൂങ്ങി കിടന്നിട്ടാണ് ഇദ്ദേഹം ഉറങ്ങുന്നത്. അപ്പോ സ്ലോത്ത് എന്താ കഴിക്കുന്നത്, അത് താമസിക്കുന്ന മരത്തിന്റെ ഇലകൾ തന്നെയാണ് അത് ഭക്ഷിക്കുന്നത്. സ്ലോത്തിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 40 ഇയേഴ്സ് ആണ്. ഈ 40 ഇയേഴ്സിൽ അത് ഒരു 8 മരങ്ങളെ അത് മാറി കയറുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു മടിയനായിട്ടുള്ള ഒരു മൃഗമാണ്. മടിയൻ എന്നങ്ങനെ പറയാൻ പാടില്ല, ബട്ട് അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് പറയുന്നത് ടൈഗറിനെ കുറിച്ചാണ്. ടൈഗറിനെ കുറിച്ച് ഒരു പേജ് നിറച്ചൊരു ഫുള്ള് പിക്ചറും കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ട് NCERT നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. സോ അതൊന്ന് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് നൈറ്റ് ടൈമില് 6 മടങ്ങ് കൂടുതൽ ഒരു ഹ്യൂമന് കാണുന്നതിനേക്കാൾ 6 മടങ്ങ് കൂടുതൽ കാഴ്ചശക്തി ടൈഗറിനുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹിയറിംഗ് ഭയങ്കര ഷാർപ്പാണ്. ഇല അനങ്ങുന്നതും അതുപോലെ നമ്മുടെ അനിമൽസ് അല്ലെങ്കിൽ അതിന്റെ പ്രേ മൂവ് ചെയ്യുന്നതൊക്കെ ടൈഗറിന് വളരെ സിമ്പിൾ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ അതിന്റെ ടൈഗറിന്റെ ഇയേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷൻസിലും മൂവ് ചെയ്യും അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ചെവി ഇങ്ങനെ പല സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഡയറക്ഷനിലെ സൗണ്ട് അതിനെ നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ അതിന്റെ വിസ്കേഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന
ഇതുണ്ടോ ഇങ്ങനെ പൂച്ചകളിലൊക്കെ കാണുന്നില്ലേ, ഈ രോമത്തിനെയാണ് നമ്മൾ മീശേനെയാണ് നമ്മൾ എന്ത് പറയാ, വിസ്കേഴ്സ് എന്ന് പറയാം. ഈ വിസ്കേഴ്സും വളരെ സെൻസിറ്റീവ് ആണ്. എയറിലുള്ള വൈബ്രേഷൻസ് ഒക്കെ അതിന് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ്, പലതരത്തിലുള്ള സൗണ്ട് ടൈഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടൈഗർ റോർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗർജനം എന്ന് പറയുന്നത് 3 കിലോമീറ്റർ അപ്പുറത്ത് വരെ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്കറിയാം ടെറിട്ടറി മാർക്ക് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പഠിച്ചു ഡോഗ് ടെറിട്ടറി മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ടൈഗേഴ്സും ടെറിട്ടറി മാർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ടെറിട്ടറിയിൽ മറ്റൊരാള് കിടക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ലയൺ വരുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. ടെറിട്ടറി അവർ മാർക്ക് ചെയ്യുന്നത് ഇസ് യൂസിങ് ദയർ യൂറിൻ ഉപയോഗിച്ചിട്ടാണ് അവർ ടെറിട്ടറി മാർക്ക് ചെയ്യാം. NCERT ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു ഫാക്റ്റ് ആണത്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉള്ളത് ഉത്തരാഖണ്ഡിലാണ്, അതുപോലെ ഘാന ഉള്ളത് ഭരത്പൂരിലാണ്. ഈ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കൊടുത്തേക്കുന്നതാണ്. പിന്നെ നാഷണൽ പാർക്സിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ചാപ്റ്ററിലുള്ള ആകെ ഒരു ഫാക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി വരുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, EVSന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇതൊരു സിമ്പിൾ ഒരു ചെറിയ ചാപ്റ്റർ ആണ്. സ്നേക്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ പറയുന്നത്. അപ്പൊ ഇതില് ബീൻ പാർട്ടി ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ബീൻ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഹരിയാനയിലൊക്കെ കണ്ടുവരുന്ന ഒരു തരം നാടൻ കലാരൂപമാണ്. ഇന്ത്യൻ ഫോക്ക് മ്യൂസിക് എൻസെമ്പിൾ ആണത്. ഇപ്പൊ ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകുടിയാണ്. അപ്പൊ ഈ മകുടി ഒക്കെ ഉപയോഗിച്ചിട്ട് കുറെ ആൾക്കാർ കൂടി നിന്നിട്ട് ഒരു കച്ചേരി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ കുറെ ആൾക്കാർ കൂടി നിന്ന് പല ഇൻസ്ട്രുമെന്റ്സും വായിച്ച് ഒരു മ്യൂസിക്കലായിട്ട് ഒരു ഗ്യാതറിംഗ് നടത്തുന്നതിനെയാണ് ഇവര് ബീൻ പാർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഹരിയാനയിലും അതുപോലെ രാജസ്ഥാനിലുമാണ് കാണുന്നത്. അപ്പൊ ഈ ബീൻ പാർട്ടിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്, ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ബീൻ ഉണ്ട്, അതുപോലെ തുമ്പ, ഖാഞ്ചിരി ആൻഡ് ധോൽ. ഇത്രയും 4 ഇൻസ്ട്രുമെന്റ്സ് ആണ് അവര് ഈ പറയുന്ന ബീൻ പാർട്ടിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ബീൻ പാർട്ടിയിൽ ഈ ബീൻ എന്ന് പറയുന്നത് നമുക്കറിയാം മകുടിയാണെന്ന് പറഞ്ഞു അല്ലെ. ഇതില് ധോൽ എന്ന് പറയുന്നത് ഈ ചെണ്ടേനെയാണ് നമ്മൾ ധോൽ എന്ന് പറയാ. അപ്പൊ ഈ ധോൽ ഒഴികെ, ചെണ്ട ഒഴികെ ബാക്കി 3ഉം ഉണ്ടാക്കിയിട്ടുള്ളത് ഇറ്റ് ഈസ് ഫ്രം ഡ്രൈഡ് ഗോഡ്. കുമ്പളങ്ങയും മത്തങ്ങയും അതുപോലത്തെ എല്ലാ സാധനങ്ങളുണ്ട്, അതിനെങ്കിലും നമ്മൾ ഗോഡ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ ഗോഡ് ഒക്കെ ഡ്രൈ ചെയ്തിട്ട് അതിന്റെ തോട് കൊണ്ടാണ് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സ്, ബീൻ ആവട്ടെ, തുമ്പയാവട്ടെ, അതുപോലെ ഖാഞ്ചിരി ആവട്ടെ, ഇത് 3 ഉണ്ടാക്കിയിട്ടുള്ളത് ഇറ്റ് ഈസ് ഫ്രം ഡ്രൈഡ് ഗോഡ്. അത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഫാക്ട് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് അബൌട്ട് നോൺ പോയ്സണസ് സ്നേക്സ് ആൻഡ് പോയ്സണസ് സ്നേക്സ്. ഇന്ത്യയിൽ കാണുന്ന വിഷമുള്ളതും വിഷമില്ലാത്തതുമായിട്ടുള്ള സ്നേക്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ 4 പേരും, 4 പോയ്സണസും 4 നോൺ പോയ്സണസും സ്നേക്സിന്റെ പേര് നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പൊ പോയ്സണസ് സ്നേക്സ് എന്ന് പറയുന്നത് റസൽസ് വൈപ്പർ ഉണ്ട്, കോമൺ ക്രേറ്റ് ഉണ്ട്, ഇന്ത്യൻ കോബ്ര ഉണ്ട്, സോസ്കീൽഡ് വൈപ്പർ ഉണ്ട്. ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ പോയ്സണസ് സ്നേക്ക് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ പിക്ക് ദ ഓഡ് വൺ ഔട്ട്, അങ്ങനെയും ചോദിക്കാം. കുറെ നോൺ പോയ്സണസ് സ്നേക്സിന്റെ പേര് വന്നിട്ട് അതിൽ ഒരെണ്ണം പോയ്സണസ് സ്നേക്ക് ആയിരിക്കും. അപ്പോ ഇതിന്റെ അപ്പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ട് കണ്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പേരുകൾ, റസൽസ് വൈപ്പർ, കോമൺ ക്രേറ്റ്, ഇന്ത്യൻ കോബ്ര, സോസ്കീൽഡ് വൈപ്പർ, ഈ ഒരു പേരിന്റെ അപ്പുറത്തേക്ക് പോയ്സണസ് സ്നേക്സിന്റെ ലിസ്റ്റുകൾ അവര് എൻലാർജ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 4 പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോൺ പോയ്സണസ് സ്നേക്സും 4 പോയ്സണസ് സ്നേക്സും 4. ആൻഡ് നോൺ പോയ്സണസ് സ്നേക്സിന്റെ പേര് കോമൺ സാൻബോവ, ഇന്ത്യൻ വോൾഫ് സ്നേക്ക്, ഇന്ത്യൻ റാറ്റ് സ്നേക്ക്, ഇന്ത്യൻ റോക്ക് പൈത്തൺ. ഈ 4 പേരുകൾ നമ്മൾ ഓർത്ത് വെക്കും. സ്നേക്സ് ആർ ഫ്രണ്ട്സ് ഓഫ് ഫാമേഴ്സ് ആസ് ദേ ഈറ്റ് റാറ്റ്സ് ഇൻ ദ ഫീൽഡ്. നമ്മൾ ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണ് നമ്മളുടെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ പാടങ്ങളിലെ വിളവ് നശിപ്പിക്കുന്ന ആളാണ് എലി എന്ന് പറയുന്നത്. ഈ എലീനെ കൊല്ലുന്ന ആളാണ് പാമ്പ്. അപ്പോ പാമ്പ് ഫാർമറിന് അല്ലെങ്കിൽ കർഷകർക്ക് മിത്രമാണ്. കാൽബലിയ ഡാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വൈബ്രന്റ് സെർപെന്റൈൻ ഫോക്ക് ഡാൻസ് ഫ്രം രാജസ്ഥാൻ. രാജസ്ഥാനിൽ വരുന്ന അടുത്ത ഒരു നാടൻ കലാരൂപമാണ് ഈ കാൽബലിയ എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ ഒന്ന് പഠിച്ചു, അതെന്തായിരുന്നു? ബീൻ പാർട്ടി ആയിരുന്നു. സ്ത്രീകള് ബ്ലാക്കില് പല കളറുള്ള ഡ്രസ് ഇട്ടിട്ടാണ് ഇവർ ഈ ഡാൻസ് ഫോം ചെയ്യുന്നത്. ഇറ്റ് റെസംബിൾസ് എ സ്നേക്ക്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പാമ്പ് ഇങ്ങനെ ഏതാണ്ട് അവരുടെ സ്കാർഫ് ഒക്കെ കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു പാമ്പ്
എഴയുന്നത് പോലെയുള്ള മൂവ്സ് ഒക്കെയാണ് അവർ ഈ ഡാൻസിൽ കൊണ്ടുവരുന്നത്. ഇറ്റ്സ് എ സർപ്പന്റൈൻ ഫോക്ക് ഡാൻസ് ആണ് അല്ലെ, ഒരു പാമ്പിന്റെ പോലെ കളിക്കുന്ന ഒരു നാടൻ കലാരൂപമാണ് കാൽബലിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് EVSലെ ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 2 ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ മറ്റ് ചാപ്റ്ററുകളെ കുറിച്ചുള്ള വീഡിയോസ് ഷോർട്ട്ലി നമ്മൾ അപ്ലോഡ് ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.